CIA സംഘടിപ്പിക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷൻ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ അണിനിരക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗ്, ഡിജിറ്റൽ കേബിൾ, ബ്രോഡ്ബാൻഡ് മേഖലകളിലെ 100ഓളം ബ്രാൻഡുകൾ. പ്രദർശനങ്ങൾക്കൊപ്പം മാധ്യമ സാങ്കേതിക സെമിനാറുകളും നടക്കും. ജനവിധി തേടി ബീഹാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് 121 മണ്ഡലങ്ങളിൽ. ഇന്ന് വോട്ട് രേഖപ്പെടുത്തുക 4 കോടിയോളം ജനങ്ങൾ. ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നവരിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഇന്ന്. ഹരിയാനയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മറുപടി നൽകുമെന്ന് അറിയിച്ചു. വിഷയത്തിൽ ഇതുവരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും കമ്മീഷൻ വോട്ടുകൊള്ള ആരോപിച്ച് ഹരിയാനയിൽ ഇന്ന് പ്രതിഷേധ പരിപാടികൾ തുടങ്ങുമെന്ന് കോൺഗ്രസ്. ഇടുക്കി മൂന്നാറിലെ ആശുപത്രി റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ. നടപടി കേരള വിഷൻ ന്യൂസിൽ സംപ്രേഷണം ചെയ്ത വാർത്തയെ തുടർന്ന് റോഡ് നവീകരണത്തിനായി 20 ലക്ഷം രൂപ അനുവദിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയതായും MLA. മൂന്നാറിലെ ഗതാഗത കുരുക്കിനും ശാശ്വത പരിഹാരം കാണുമെന്ന് MLA. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇംപാക്ട്. അങ്കമാലി കറുകുറ്റിയിൽ 6 മാസം പ്രായമായ കുഞ്ഞിനെ കൊന്നത് അമ്മുമ്മ തന്നെയെന്ന സ്ഥിരീകരണം. ചികിത്സയിലായിരുന്ന അമ്മുമ്മയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെത്തി. മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണ് കൊലപാതകമെന്ന നിഗമനം. കൊല്ലപ്പെട്ടത് ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡെൽന മറിയ സാറ.